നൻപ നൻപികളെ അങ്ങനെ നമ്മുടെ ദിയ കൃഷ്ണ തൻ്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ ഈ കണ്ണാടി ഇങ്ങോട്ടൊന്ന് വെക്കുകയാണ്. ഇതൊരു കോമാളിത്തരം സംഭവം കാണിക്കാനോ കാര്യങ്ങൾക്കൊന്നുമല്ല. അതായത് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത് 2 റിംഗ് ലൈറ്റ് എൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കണ്ണാടിക്കകത്തൂടെ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ സൈഡിൽ ഇരിക്കുന്ന റിംഗ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലായത് കാരണം എൻ്റെ ഈ വലത്തെ കണ്ണിന് കുറച്ച് സീനാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. പക്ഷേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ ലാസ്റ്റ് ഇട്ട റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ സൈഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊത്തുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ ഒരു സീൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നേരെ വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ദിയ കൃഷ്ണ ഈ പ്രഗ്നൻസി റിവീൽ ചെയ്ത് ഈ ഒരു വ്ലോഗ് ഇടുന്നതിന് തൊട്ട് മുന്നേ തന്നെ, അതായത് ലാസ്റ്റ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇട്ട ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പം ദിയ കൃഷ്ണ തൻ്റെ ഹസ്ബൻഡോടെ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാർ നേരത്തെ സ്പോട്ട് ചെയ്തിരുന്നു, അതായത് ദിയ കൃഷ്ണ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ഇവരെങ്ങനെ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, പിന്നെ ലേഡീസിന് പരസ്പരം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പ്രഗ്നൻസി ഗ്ലോ സ്പോട്ടഡ് അതിന് 3046 ലൈക്ക് ഉണ്ട്. പിന്നെ ഗുഡ് ബൈ ടു പ്രഗ്നൻസി ഗോസിപ്സ് അതിന് 482 ലൈക്ക് ഉണ്ട്. പ്രഗ്നൻ്റ് ആണെങ്കിൽ ഈ ചാട്ടത്തിൽ എന്താകും അതിന് 202 ലൈക്ക് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ദിയ കൃഷ്ണ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ബോക്സിലൂടെ ഇത്തരം ആളുകൾ, അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഈ പ്രഗ്നൻസി സംഭവങ്ങളൊക്കെ നേരത്തെ ഇവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇനി ഇവർ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. I called my cousin Tanvi. I asked her, dude, you're the only person I can call right now because I'm scared and I don't even know what's happening. You already have a baby, so I'm asking you. The photo കാണിച്ചു കൊടുത്തിട്ട് I asked her, do you think I'm pregnant? എന്ന് ചോദിച്ചു. അപ്പോൾ she's like, കണ്ട ഉടനെ congrats എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ congrats പറയാൻ പറ്റട്ടെ, ഞാൻ കാര്യം പറ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് പ്രൂഫ് പറഞ്ഞിട്ട്, are you blind? എന്നിട്ട് 2 ലൈൻ കാണാമല്ലോ. ഡാഡി ചോദിച്ചു എത്ര പ്രാവശ്യം ടെസ്റ്റ് എടുത്തു. ഞാൻ 3 പ്രാവശ്യം എടുത്തു. 3 പ്രാവശ്യം ഇങ്ങനെയാണോ? ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ആൻഡ് ദ ടെസ്റ്റ് ഇസ് ഹിയർ ആൻഡ് ഹിയർ. അങ്ങനെ ഞാൻ വിചാരിച്ചു ലൈഫ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഇതാണെന്നാണ് വിചാരിച്ചത്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോഴും ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല. ബിക്കോസ് നെക്സ്റ്റ് വീക്ക് എൻ്റെ ഡേറ്റ് കഴിയും, പീരിയഡ്സ് ഡേറ്റ്. അത് കഴിയുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വിൽ ഗോ ആൻഡ് കൺസൾട്ട് ഡോക്ടറിന്റെ കൺഫർമേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ അവർ ഇങ്ങനെയായിരുന്നു ആ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഇവർ ഡോക്ടറിനെ കാണാൻ പോകുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇവരുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അവരുടെ വീഡിയോയ്ക്കകത്ത് പോയി കണ്ടിരുന്നാൽ മതി. അതിനകത്ത് പോയിട്ട് ലാസ്റ്റ് പ്രഗ്നൻസി ഒക്കെ കൺഫേം ചെയ്തിട്ട് ഇവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇതിനകത്ത് ഇവർ പ്രഗ്നൻസി റിവീൽ ചെയ്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോ കണ്ടന്റ് ആക്കണം. കാര്യം ഒരുപാട് നാളായിട്ട് ഈ ഒരു സാധനം എവിടുന്നെങ്കിലും വരുന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിലൂടെ ഞാൻ ആ ഒരു കുറച്ച് ഭാഗം ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇത് എനിക്കിങ്ങനെ ഇത് 2 ലൈൻ പോലെ കണ്ടപ്പോൾ അല്ല സെക്കൻഡ് അങ്ങനെ ലൈറ്റ് ആയിട്ട് കാണുന്ന മേ ബി അവിടെ ഓൾറെഡി ഒരു ഇൻബിൽട്ട് ഒരു ചെറിയ ലൈറ്റ് ലൈൻ ഉള്ളതാണ്. ഇനി ആ ലൈറ്റ് ലൈൻ ഡാർക്ക് ആയാലാണോ 2 വന്നതാണോ പെട്ടെന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ടുക്ക് ഹിം ടു ദ ബാത്റൂം. ഐ ടോൾഡ് ഹിം പ്ലീസ് പീ ഓൺ ദിസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ മറ്റേ ഞാൻ എന്തിനു അപ്പൊ ഞാൻ പറയടോ താൻ എന്തായാലും പെട്ടെന്ന് അല്ലല്ലോ, അപ്പൊ തൻ്റെ ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും, തൻ്റെ ആ ലൈറ്റ് ലൈൻ വല്ലതും വരുന്നുണ്ടോ നോക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിച്ച് ഭയങ്കര ഒരു ക്ലിയർ വൈറ്റ് ബോർഡിൽ വേറെ ഒരു ഡാർക്ക് ലൈൻ അങ്ങ് വന്നുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ഇവൻ്റെത് സെയിം അല്ല. സോ ദർ ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു ബി എക്സൈറ്റഡ് അബൌട്ട്. എനിക്കൊന്ന് ചിലപ്പോൾ ഇവർ ജസ്റ്റ് ഫണ്ണായിട്ട് ജസ്റ്റ് വീഡിയോക്കകത്ത് കണ്ടന്റിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് വല്ലതും പറഞ്ഞായിരിക്കും. നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പം ഈ ഒരു സംഭവം കണ്ടിട്ട് വലിയ തരക്കേടൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്കധികമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ജസ്റ്റ് ഇവർ ആ ഒരു കാര്യം ജസ്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില ഫാമിലി വ്ളോഗേഴ്സ് ഇവരുടെ ഇത്തരം പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന ചില സാധനം പബ്ലിക് ആക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവർ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പം ഇവർ കഴിഞ്ഞ വർഷം ഞാൻ 1 കിലോ ഛർദ്ദിച്ചു, ഈ പ്രാവശ്യം ഞാൻ 2 കിലോ ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം പറഞ്ഞിട്ട് ഇവർ ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുന്ന വീഡിയോ വരെ എടുത്ത് ഇവർ കണ്ടന്റ് ആക്കി കാണിച്ചു. അതിനെയൊക്കെ നമ്മളിത് എന്തോന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഈ സാധനത്തെ പറ്റിയിട്ടല്ല എനിക്ക് പറയാൻ പറ്റുന്നത്. ഇവരുടെ ഒരു കമൻറ്റ് ബോക്സ് ആണ് നിങ്ങളെടുത്ത് നോക്കേണ്ടത്. അതായത് അശ്വിൻ പറയുന്ന പോലെ, അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം യൂറിൻ ഇതിനകത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ മാത്രം അറിയുന്ന സാധനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ഇവർ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അശ്വിനും ഇതെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ള സംഭവം അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ്സ് നിങ്ങൾ നോക്കണം. കൺഗ്രാജുലേഷൻസ് ദിയ, അശ്വിൻ, all my prayers and well wishes with you. Sis, congratulations both of you. Congratulations, but no one wants to know about when did you try and all. Okay, അത് പോട്ടെ.
എന്നിട്ട് അപ്പം ഇങ്ങനെ നിരന്തരം അവർക്ക് ഫുള്ള് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പം ലാസ്റ്റ് ദിയാകൃഷ്ണയുടെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കോൺട്രവേഴ്സി നടന്നേക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ദിയാകൃഷ്ണയ്ക്ക് ഒരേപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആ കമൻറ്റ് ബോക്സിൽ നിരന്തരം അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഒരു 99% ആളുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു വാർത്ത അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈവൻ ഇവർ അശ്വിൻ ഈ ഒരു സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നുള്ള പ്രൈവറ്റായിട്ട് ഇവർ മാത്രം അറിഞ്ഞിരുന്ന ആ കാര്യം പബ്ലിക്കായിട്ട് ഇവർ പറയുമ്പോൾ പോലും എല്ലാ ആളുകളും അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്, നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്ന് പറയാണ്, എടാ ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനം ഇവർ പബ്ലിക്കാക്കി, ഇവർ എന്ത് വൃത്തികെട്ടവരാണ്, ഈ ലോകം നശിക്കാൻ ഇവർ കാരണക്കാരാകും. അല്ലെങ്കിൽ ഈ ദൈവനിന്ദയുള്ള അല്ലെങ്കിൽ ദൈവത്തോട് ഒരു കൂറുമില്ലാത്ത അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തിലും നിലനിർത്താൻ കഴിയാത്ത രീതിയിലുള്ള വികൃത ജീവികളാണ് ഇവർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഇവിടെ നിങ്ങൾ പറയുക? ചെബുക്കലടിച്ച് പൊട്ടിക്കും അല്ലേ? അതാണ് ആ ഒരു സാധനം നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ അതാണ്. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ഇതിനകത്തൊന്ന് ഒരു കമൻറ്റ് കൂടെ വായിക്കാം. ഉദ്ദേശിക്കുന്ന സംഭവം മറ്റൊന്നുമല്ല, എല്ലാ കമൻറ്റ് ബോക്സിലും കാണുന്ന പോലെ തന്നെ ഇവർ കല്യാണത്തിന് മുന്നേ ആണോ പ്രഗ്നൻ്റ് ആയെന്നുള്ളൊരു സംഭവമാണ്. ഇഫ് അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തോന്നൊരു പ്രശ്നം. ഓക്കെ, പല ആൾക്കാരും ലിവിങ് ടുഗദറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ, അതായത് ലിവിങ് ടുഗദറിൽ നിൽക്കുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പിന്നെ കുട്ടികൾ ജനിക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വേറെ വലിയൊരു കോമഡിയാണ്. അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞ് ഞാൻ ലിങ്ക് കൊടുക്കുന്നത് നമ്മൾ മറ്റൊരു വിഷയം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അതിനകത്ത് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് കല്യാണത്തിന് മുന്നേ തന്നെ ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള ഉദ്ദേശിക്കുന്ന സംഭവം. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം രാവിലെ അപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ദിയാകൃഷ്ണയുടെ വീഡിയോ ഒന്നുകൂടെ എടുത്ത് നോക്കി. അപ്പം അതിനകത്ത് ഇത്രയും ആൾക്കാർ പോസിറ്റീവായിട്ട് കമൻറ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തിൽ കണ്ണികൾ അതിനകത്ത് വേറെ കുറച്ച് നെഗറ്റീവ് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതോടെ ജസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം, എന്നാൽ അതോടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോവാം. അപ്പം കൊച്ചിൻ്റെ അച്ഛൻ ആരാ? ദിയാകൃഷ്ണയുടെ തൊട്ടടുത്ത് തൻ്റെ ഹസ്ബൻഡ് ഇരിപ്പുണ്ട്. അപ്പോഴും അവരുടെ സംശയം കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളതാണ്. പിന്നെ അയൺ ബോക്സ് സെയിലുണ്ടോ? ദിയാകൃഷ്ണയ്ക്ക് മുൻകാലങ്ങളിൽ കുറച്ച് പ്രണയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സാധനം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതും പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരാൾക്കും. എല്ലാ ആളുകളുടെ ലൈഫിൽ ഇതുപോലെ പാസ്റ്റുകൾ അത്ര നല്ലതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഇവനെ കല്യാണം കഴിച്ചത് ഇത്ര വേഗം. ഐ വാസ് സോ ഷുവർ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. എടേ എന്തോന്നല്ലേ നിങ്ങളിത്? ഞാനൊരു കാര്യം പറയാണ്, ദിയാകൃഷ്ണ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ശരികേടായിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങൾക്ക് രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയില്ല, ബാക്കിയുള്ളവർ പറയുന്നില്ല. ഞാൻ പറയാനുള്ള വെട്ടി തുറന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഇത്തരം കമൻറ്റ്സ് കേൾക്കാൻ ദിയാകൃഷ്ണ അർഹയല്ല. സീരിയസ് ആയിട്ട് പറയണം. ദിയാകൃഷ്ണ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശരികേടായിട്ടുള്ള സംഭവത്തിൽ നിങ്ങൾക്ക് അവിടെ അതിലത് പറയാം. അല്ലാതെ തൊട്ടിപ്പുറത്ത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ഇതിനകത്ത് വന്ന് ഈ സാധനം ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പരിപാടിയില്ല, ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. ഇവർക്കൊരു 95% ആളുകൾ പോസിറ്റീവായിട്ട് ഈ ഒരു സമയത്ത് വന്ന് ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തൽ കണ്ണുകളായിട്ട് ഇത്ര ചില കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇനി ബാക്കി നിങ്ങൾ വീഡിയോ ഉണ്ടോ? ഞാനിപ്പോൾ ദിയാകൃഷ്ണയുടെ ഈ ഒരു കണ്ടന്റ് എടുത്തത് തന്നെ മെയിനായിട്ട് എനിക്ക് കുറേ നാളുകളായിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്ന ഒരു കണ്ടന്റ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച ഇതുപോലൊരു സാധനം ആരെങ്കിലും കൊണ്ടുവരും, അന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഇത്ര ആളുകളും പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ്. അവരുടെ ഈ ഒരു കണ്ടന്റിനെ ആളുകൾ എടുത്ത രീതി വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരുന്നു. പക്ഷേ എല്ലാ ആളുകളുടെയും കാര്യത്തിൽ ഇവരിങ്ങനെ ഈ ഓഡിയൻസ് ഇതേപോലെ ചെയ്യാറുണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റാരെ പറ്റില്ല, നമ്മുടെ TT ഫാമിലി. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ദിയാകൃഷ്ണ ഇപ്പം നിങ്ങളുടെ ഈ ഒരു അടിപൊളിയായിട്ട് നിങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻറ്റിൽ നിൽക്കുകയാണ്. ഇപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത വള്ളി കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കുക. ഭയങ്കര ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് നടക്കേണ്ട ഒരു ടൈമാണിത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പോവുക, പീസ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോവുക. ബാക്കി സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കാൻ പോകണ്ട. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, അതൊന്നും പിടിക്കാൻ പോകണ്ട, നൈസായിട്ട് പോവുക. ഇനി നമുക്ക് TT ഫാമിലിയുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ അന്ന് അവരിട്ടപ്പോൾ അവർക്ക് രൂക്ഷമായിട്ട് കുറേ വിമർശനങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കാം. അന്ന് അവർ പ്രഗ്നൻസി റിവീൽ ചെയ്ത ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അപ്പൊ തരലും തരാതിരിക്കുകയൊക്കെ പഠിച്ചോണ്ട് എടുത്താണുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അറിയൂല ഗൈസ്, പഠിച്ചോൻ കൂടെ ഉണ്ടാകട്ടെ അല്ലേ? നല്ലതാണ് തെറ്റ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, കുഴപ്പമില്ല. ടെൻഷൻ ഞാൻ പറഞ്ഞില്ല, ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പോ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വായിക്കല് ചെല്ല് അറിയാം, സെറ്റാവും. ഓൾ ദ ബെസ്റ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിനക്ക് നടക്കും. കൈനാമിയേ നോക്ക് ഗൈസ്, ഇതാക്കണ എന്റെ അളിയ. അതാ ഇതെന്തെന്നാ നോക്ക് ചെമ്മേ, 2 ലൈൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. റെഡിയാണ്. എന്റെ അളിയ അതാ സാധനം. ഇനി തെളിയാനൊന്നുമില്ലല്ലോ.
ഓക്കെ, ദിയാകൃഷ്ണ ചെയ്ത പോലത്തെ അതേ കാര്യം തന്നെയല്ലേ ഇവരും ചെയ്തേക്കുന്നത്. അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസി കിറ്റ്, ഇത് നമുക്ക് പ്രഗ്നൻസി ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആ സെയിം സാധനം തന്നെയാണ് ഇവരും ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം അവിടെ ദിയാകൃഷ്ണ ഇതിപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത സാധനം തന്നെ, അപ്പോൾ ഇവർ ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യണ്ടേ? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാവരും എന്താണ് ഇവരുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ അന്ന് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഈ സാധനം എടുത്ത് പറയണം എന്നുള്ളത്. അന്നത്തെ ഇവരുടെ കമൻറ്റ് ബോക്സിലെ കുറച്ച് കമൻറ്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. പടച്ചോനെ, ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സ്ത്രീക്ക് ഒരു ഉളുപ്പമില്ലല്ലോ, വലിയ 2 മക്കളുണ്ട്, ഇത്രയും പ്രായമായിട്ടും ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് പറയുന്നു, നാണമില്ലാത്ത സ്ത്രീ, ഇനി പ്രസവ വീഡിയോ ഇടല്ലേ പ്ലീസ്. ടി ഫാമിലിയുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ദിയാകൃഷ്ണയുടെ അടുത്ത് ആൾക്കാരൊക്കെ പറയുന്നത് എത്ര പോസിറ്റീവായിട്ട്, ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ എത്ര സപ്പോർട്ടീവായിട്ടാണ്. പക്ഷേ ഇവർ ആരുടെ അടുത്തെങ്കിലും എന്ത് തെറ്റാണ് ചെയ്തത് ഇവർ? ഇനി അടുത്ത വായിക്കുക. ഈ കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഏത് രീതിയിലാണ് ഇവരുടെ ചിന്താഗതി പോകുന്നത്. ഉളുപ്പില്ലാത്ത വർഗ്ഗം, എന്ത് വൃത്തികേട് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ, ഒന്ന് നിർത്തിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തത് പിന്നെ ലജ്ജയില്ലാത്തവരാകും പ്രവാചകൻ പറഞ്ഞത്. ഓക്കെ, പ്രവാചകൻ പറഞ്ഞത്. ഇനി നാണമില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് പറഞ്ഞതിന് വലിയ ഉദാഹരണങ്ങളിൽ ഒന്ന് ജാഹിലീങ്ങൾ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇവർ ഈ വാക്കിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇവർ ഉദ്ദേശിച്ചേക്കുന്ന ഒരു സംഭവം മനസ്സിലായല്ലോ, ഈ ഒരു മൂഡ് ഓഫ് കമൻറ്റ് മനസ്സിലായല്ലോ. എടി ഇവരുടെ മതമാണോ പ്രശ്നം നിങ്ങൾക്ക്? ഇവരുടെ മതമാണോ നിങ്ങൾക്ക് പ്രശ്നം? അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്തൊരാളെ കല്യാണം കഴിച്ചെന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? ഞാൻ തമിഴിലെ ടൈറ്റിൽ സംഭവങ്ങളൊക്കെ ഇട്ട ദിയാകൃഷ്ണയുടെ സംഭവമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാനൊരു ടോപ്പിക് എടുത്തത് തന്നെ. ഒരു കാര്യം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് വെച്ചാൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഇത്തരം മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ കേരളം പച്ചയ്ക്ക് നിർത്തി കത്തിക്കും. ഓക്കെ, ഇന്ന് ഈ ഫാമിലി കമൻറ്റ് ബോക്സിൽ കാണുന്ന വൈകൃതം നാളെ പബ്ലിക്കിലോട്ട് ആളുകൾ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു സൈഡിൽ ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ ഈ ദിയാകൃഷ്ണ പോലെ ഇത്രയും ഇഷ്യൂസൊക്കെ നടന്നിട്ടുള്ള ഒരാളുടെ ഒരു കമൻറ്റ് സെക്ഷനിൽ ഇത്രയും ആൾക്കാർ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്, അഹങ്കാരമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അഹങ്കാരം കാണിക്കുന്നു അതായത് അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ, നമ്മൾ പറഞ്ഞ സാധനമൊക്കെ വിട്ടേക്കുക. ഞാൻ ഇപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം പ്രഗ്നൻസിയാണ്, നല്ല ടൈമാണ്, ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ എല്ലാവരും അങ്ങനെ എടുത്ത ഇതേ ഓഡിയൻസിലെ ആളുകൾ തന്നെ അപ്പുറത്ത് ഇവിടെ കമൻറ്റ് ചെയ്ത അതേ ആൾക്കാർ തന്നെയാണ് അവിടെ കമൻറ്റ് ചെയ്തത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബട്ട് അവിടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇവരുടെ മതം ഇതായതുകൊണ്ട് ഇവരെ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇവരെ എന്തും പറയാം, അല്ലെങ്കിൽ ഇവർ ഈ ഒരു സാധനം അവർ പബ്ലിക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു ചട്ടക്കൂടിനകത്ത് കൊണ്ടിടാനെ കൊണ്ട് അവരെ ശ്രമിച്ചേക്കാണ്. തൊട്ടിപ്പുറത്ത് ദിയാകൃഷ്ണയുടെ കാര്യം നോക്കുമ്പോഴോ അവിടെ ഇത്രയും അവരുടെ ഓഡിയൻസ് വേറെയാണ്. ബട്ട് ഈ ഒരു രീതിയിൽ ആരും പറഞ്ഞുകൊണ്ട് വരുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ആളുകളുടെ ചിന്തകളിലുള്ള തീവ്രമായിട്ടുള്ള ചില വൈകൃതങ്ങളാണ്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മുടെ ജാതി, മതം, വിശ്വാസങ്ങളൊക്കെ മനുഷ്യനെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സാധനങ്ങളാണ്. ഒരിക്കലും നമ്മുടെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാധനങ്ങളല്ല. ഓക്കെ, അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അന്ന് ഞാനാണെങ്കിൽ വായ്ത്താളം അടിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാര്യം അതിനുശേഷമാണെങ്കിൽ ഇവർക്കെതിരെയാണെങ്കിൽ കുറച്ച് ഉസ്താദന്മാർ, ഒരു ആലപ്പുഴ എന്നുള്ള ഏതൊരു ഉസ്താദ് പുള്ളിയാണെങ്കിൽ വന്ന് കുറച്ച് സാധനങ്ങൾ ഇവർക്കെതിരെ സംസാരിച്ചു കൊണ്ടിട്ട് ഇവരെ മതം വെച്ചിട്ട് ഇവരെ ഭയങ്കര രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിയാക്ട് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എടാ നീ എന്താ ഈ പറയുന്നത്, നിനക്ക് വിശ്വാസത്തിൻ്റെ അതറിയത്തില്ല, മാങ്ങരത്തില്ല, തേങ്ങരത്തില്ല, ചക്കരത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. ഓക്കെ, അവരാ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവരെ കല്ലെറിയുകയാണ്. ഇതേ മതത്തിലുള്ള ആളുകൾ തന്നെ അവരെ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഒരു പറ്റം ആളുകൾ ഇവർ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ മതത്തിൽ പെടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കല്ലുകൾ എറിയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാധനം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ കുറച്ച് ആൾക്കാരെ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്വേഷം വിളമ്പാൻ പറ്റുന്ന, മനസ്സിലെ വിഷം തുപ്പാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങളങ്ങ് തുപ്പുകയാണ്. ഇവിടെ ദിയാകൃഷ്ണയുടെ സ്ഥാനത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ സാധനത്തിനെ വേറൊരു രീതിയിൽ എടുക്കരുത്. ഓക്കെ, ഞാൻ പറയുന്നതിന് അതേ രീതിയിൽ എടുക്കുക, നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ച് കൂട്ടരുത്. ഞാൻ റോങ് ആയിട്ടൊന്നും അല്ല പറയുന്നത്, വളരെ പോസിറ്റീവായിട്ട് ടി ഫാമിലിക്ക് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രായത്തിൻ്റെ പക്വത കുറവുണ്ട്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ബാക്കിയുള്ള വീഡിയോസ് അല്ല, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, സോ ബെറ്റർ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ദിയാകൃഷ്ണയുടെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രഗ്നൻസി വന്നപ്പോൾ ഇത്ര ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൺഗ്രാജുലേഷൻ, ഇത്ര വിഷയങ്ങൾ വരുമ്പോഴും പറയുന്ന ഇതേപോലെ തന്നെ അവരാരോടും ഒരു തെറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളും ടി ഫാമിലിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശം സാധനങ്ങളൊക്കെ വരും, നമ്മൾ വിമർശിക്കുന്നവർ തന്നെയാണ്, നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ഈ മതം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ കല്ലെറിയാൻ പാടില്ല. ഓക്കെ, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി, ബൈ.